നമസ്കാരം. വി.ഡി. സതീശൻ ആഹാരം കഴിച്ചതാണ് ഇപ്പോഴത്തെ സംസാര വിഷയം. സംസ്ഥാനത്ത് പലയിടത്തും വെള്ളക്കെട്ടുകളും വെള്ളപ്പൊക്ക ദുരിതവും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെ ആഹാരം കഴിക്കാൻ കഴിഞ്ഞു? ഇതാണ് ചോദ്യം. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. ഈ ചോദ്യം റഹീമിക്ക ചോദിച്ചപ്പോഴാണ് ഒരു ഒന്നൊന്നര ചോദ്യം ആയത്. സത്യത്തിൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയ്യോ എന്റെ പൊന്നോ, ഇക്കായ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ വി.ഡി. സതീശൻ ആഹാരം കഴിച്ച കാര്യം. കാരണം 2018-ലും 2019-ലും ഒക്കെ പ്രളയം ഉണ്ടായപ്പോഴും ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോഴും ഒക്കെ പിണറായി വിജയൻ കട്ട ഉപവാസമായിരുന്നല്ലോ. നെന്മീൻ പൊരിച്ചത് പോയിട്ട് തിരി ഗോതമ്പ് കഞ്ഞി പോലും അദ്ദേഹത്തിന്റെ തൊണ്ടേന്ന് ഇറങ്ങിയിട്ടില്ലെന്നാ പറഞ്ഞു കേൾക്കുന്നത്. എന്റെ പ്രജകൾ അവരുടെ സ്വന്തം വീടുകളുടെ അടുക്കളയിൽ ചെന്ന് എപ്പോൾ പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്നുവോ അപ്പോൾ മാത്രമേ നാം ജലപാനം നടത്തുകയുള്ളൂ എന്ന ഉറച്ച നിലപാടിലായിരുന്നു അത്രേ പിണറായി വിജയൻ. നമ്മൾ എത്ര ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്താലും അതൊക്കെ കോൺട്രവേഴ്സി ആവും. എന്നുവെച്ചാൽ നാടിനെ ഓർക്കുമ്പോ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഔചിത്യമില്ലാതെ നമ്മുടെ മുഖ്യമന്ത്രി പെരുമാറുമോ എന്നതിനെ ഓർത്ത് എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. ഔചിത്യം എന്ന വാക്കിന്റെ അർത്ഥം ഉചിതമായത് എന്നാണ് ഇക്ക. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? അല്ല, പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഇപ്പോഴും വിചിത്രമായി ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റങ്ങളിൽ നിന്ന് നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അത് വേറൊരു കാര്യം. എനിക്കറിയില്ല ഇവൻ ആരാന്ന്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ചുവന്ന പരവതാനി വിരിക്കാതെ കെ പാദങ്ങൾ എടുത്തു വെക്കാതിരുന്ന, ലിഫ്റ്റ് ഇല്ലാത്ത ബസ്സിൽ കെ മൂലം ഉറപ്പിക്കാതിരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കാലത്ത് ഇവരുടെ എല്ലാവരുടെയും വായിൽ പഴമായിരുന്നു എന്ന് ഇതിനാൽ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. സാറ് കുറച്ചുകൂടെ സഭ്യമായ രീതിയിൽ സംസാരിച്ച കൊള്ളായിരുന്നു. നിങ്ങളോട് ഇതിനേക്കാൾ കൂടുതൽ സഭ്യമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. എല്ലാവർക്കും നിങ്ങളുടെ ക്യാപ്റ്റന്റെ അത്രയും കഴിവ് ഉണ്ടാകത്തില്ലല്ലോ. മഴ പെയ്യുമ്പോൾ മുഖ്യമന്ത്രി ആഹാരം കഴിക്കാതിരുന്നാലേ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കുകയുള്ളൂ എന്ന് സതീശൻ അറിയത്തില്ലായിരുന്നു. ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ല. ഇത്തരം അമൂല്യമായ അറിവുകൾ നിങ്ങൾ പങ്കുവെക്കുമ്പോഴല്ലേ അദ്ദേഹവും മനസ്സിലാക്കുന്നത്. ഇനി ആവർത്തിക്കൂല കേട്ടോ. കഷ്ടം.